2017 കാലഘട്ടങ്ങളിൽ ഇത് പാടശേഖരമായിരുന്നു. ഇത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവരെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാടശേഖരം കൺവേർട്ട് ചെയ്തു അത് പുരയിടമാക്കിക്കൊണ്ട് ഇവർ നികത്താൻ തുടങ്ങി. ഒരു അപകടം പറ്റിയാൽ നിരവധി മരണങ്ങൾ പോലും സംഭവിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ജനകീയ വിഷയമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് ആ പ്രദേശവാസികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവർ ആരൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി ആ പ്രദേശവാസികളെല്ലാം ഭീഷണിപ്പെടുത്തുകയും കൂടാണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പോലീസിൽ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ മേലാൽ അങ്ങോട്ട് പോകാൻ പാടില്ല വാൺ ചെയ്ത് അവരെ പേടിപ്പിക്കുന്നു. നമസ്കാരം. എറണാകുളം ജില്ലയിലെ കുമ്പളം പഞ്ചായത്തിലെ ചാത്തമ്മ എന്ന സ്ഥലത്ത് അനധികൃതമായി വേമ്പനാട്ട് കായലിൽ നിന്നും ചെളിയും മണ്ണും വാരി പാടശേഖരം നികത്തുന്നതായി പരാതി ഉയർന്നു. ആ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമായി JSSൻ്റെ സംസ്ഥാന സെക്രട്ടറി BR ബിജു രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് ചാത്തമ്മയിൽ? ആക്ച്വലി ഇത് 2017 കാലഘട്ടങ്ങളിൽ ഇത് പാടശേഖരമായിരുന്നു. ഇത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവരെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാടശേഖരം കൺവേർട്ട് ചെയ്തു അത് പുരയിടമാക്കിക്കൊണ്ട് ഇവർ നികത്താൻ തുടങ്ങി. പ്രദേശവാസികൾ സംഘടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അവർ സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു. ഈ സ്റ്റേ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും മണ്ണടിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് റോട്ടിൽ കൂടി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ നിന്ന് ഏകദേശം 7 ഏക്കറോളം ഭൂമി നികത്തിയത് വേമ്പനാട്ട് കായലിൽ നിന്ന് ചെള്ള വാരിക്കൊണ്ടാണത്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് പോലെ മണലോ മറ്റതോ ഒരു ഇതില്ലാത്ത രീതിയിൽ വാരിയെടുത്തു കഴിഞ്ഞാൽ ഒരു അപകടം പറ്റിയാൽ നിരവധി മരണങ്ങൾ പോലും സംഭവിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നിരവധി തവണ വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ തഹസിൽദാർ, കളക്ടർ, മിനിസ്റ്റർ അങ്ങനെ ആ ലെവലിലൊക്കെ പരാതി പോയിട്ടുണ്ട്. ഒരു നടപടിയും ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ എന്നുള്ള ഒരു വാക്കല്ലാണ്ട് ഇവർക്ക് അതിനപ്പുറത്തേക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ സാമ്പത്തികമായിട്ട് ഇവരെല്ലാം കയ്യിലെടുക്കുകയും ആ ഒരു സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം മാറി നിൽക്കുന്നത്. നമുക്കിത് ഒരു ജനകീയ വിഷയമായിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് ആ പ്രദേശവാസികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എത്ര നാളായി ഇത് നികത്താൻ തുടങ്ങിയിട്ട്? ഏകദേശം 2 കൊല്ലത്തോളം മേലെയായി. കാരണം ഇത് ഹൈക്കോടതിയിൽ നമ്മളിത് കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കളക്ടറിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചു. ഇതെല്ലാം സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെള്ള വാരിക്കൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? എന്തിനു വേണ്ടിയിട്ടാണ് നികത്തുന്നത്? ഇതിപ്പോൾ ഇവർ പറയുന്നത് അവിടെ വില്ല പ്രൊജക്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. പനമ്പിളിനാറിലുള്ള ഒരു സിറിൽ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെയാണ് ഈ സ്ഥലം എന്നാണ് പറയുന്നത്. കൂടാണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏതോ ഒരു പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവർ ആരൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി ആ പ്രദേശവാസികളെല്ലാം ഭീഷണിപ്പെടുത്തുകയും കൂടാണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പോലീസിൽ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ മേലാൽ അങ്ങോട്ട് പോകാൻ പാടില്ല വാൺ ചെയ്ത് അവരെ പേടിപ്പിക്കുന്ന ആര് പരാതിപ്പെട്ടാലും. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നിയമപരമായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മുടെ മേലേക്കോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇത് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് അവിടെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി അവിടുത്തെ. അപ്പോൾ ഈ തുടക്കത്തിൽ നിങ്ങൾ പരാതി കൊടുത്തത് ഇത് നിലം നികത്തുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ? തീർച്ചയായിട്ടും നിലം നികത്തുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആദ്യത്തെ പരാതി പോയത്. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നത്. അന്ന് വില്ലേജിൽ നിന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയില്ലേ? ആ വില്ലേജിൽ നിന്ന് കിട്ടിയ സമയത്തും അത് മത്സ്യബന്ധനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്നും ഇതിൽ കുമ്പളം വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക അന്വേഷണത്തിൽ ടീ സ്ഥലത്ത് മുൻകാലങ്ങളിൽ ചെമ്മീക്കെട്ടായി ഉപയോഗിച്ചതായും നിലവിൽ ടീ വസ്തു സമൃദ്ധമായി മത്സ്യസമ്പത്തുള്ളതായും അറിയുന്നു. ടീ വസ്തു ചെളി നിക്ഷേപിച്ച് ഭൂമി പരിവർത്തനം നടത്തുന്നതായി സൂചന. പ്രകാരമുള്ള കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തി 2/3/2018 തീയതിയിൽ ടീ പ്രവൃത്തി അടിയന്തരമായി നിർത്തിവെക്കുന്നതിന് കക്ഷിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ടീ സ്ഥലത്ത് വീണ്ടും ചെളി നിക്ഷേപിക്കുന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 17/2/2024 തീയതിയിൽ വീണ്ടും നോട്ടീസ് നൽകി. ഇങ്ങനെ പല നോട്ടീസുകളും, അതായത് ഇവർ പറയുന്നത് ഒരാൾ താഴ്ചയുള്ള വെള്ളക്കെട്ടിൽ, അതായത് എൻ്റേതല്ല വില്ലേജ് ഓഫീസറുടെയാണ്, അടിസ്ഥാന നികുതി രജിസ്റ്റർ പ്രകാരം ടീ സ്ഥലം പുരയിടമാണ്. എന്നാൽ കാഴ്ചയിൽ ടീ സ്ഥലം ഒരാൾ താഴ്ചയുള്ള വെള്ളക്കെട്ടാണ്. ടീ സ്ഥലത്തേക്ക് വഞ്ചിയിൽ ചെളി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായി പ്രാദേശിക അന്വേഷണത്തിൽ അറിയിക്കാൻ പറ്റും. അത് നമ്മുടെ അല്ല, വില്ലേജ് ഓഫീസർ റിപ്പോർട്ടാണ് പറയുന്നത്. പരാതിക്ക് ആസ്പദമായ രണ്ടാമത്തെ വസ്തു കുമ്പളം വില്ലേജ് ബ്ലോക്ക് 13 സർവേയിൽ പെട്ടതുമാകുന്നു. ഇത് ഒരു എന്താ പറയുക, സോഫിൻ വർഗീസ് എന്ന ഒരാളുടെ കൈവശത്തിലാണ് നികുതി അടച്ചിട്ട് പോന്നിരിക്കുന്നത്. ഇത് 2 പേരുടെ പേരിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സിറിൽ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ കയ്യിലേക്ക് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് നിജസ്ഥിതി. അപ്പോൾ വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തഹസീൽദാറിന് കൊടുക്കുന്നു, അതിനുശേഷം ഹൈക്കോടതിയിൽ അവർ പോയി.
അതെ, അതിനുശേഷം അത് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ പോയിട്ട് വിധി സമ്പാദിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. അതിനുശേഷം കളക്ടറിൻ്റെ ചേംബറിൽ സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇവർ ഇങ്ങനെയുള്ള രീതിയിലേക്ക് വേമ്പനാട്ട് കായലിൽ നിന്ന് ചെള്ളയെടുത്ത് ഇത് നികത്താനുള്ള ഒരു ഇതിലേക്ക് വന്നത് തുടങ്ങിയത്. ഇതിനെല്ലാം ഉദ്യോഗസ്ഥരുടെ കൂട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളിത് പറയുന്നത് പോലെയല്ല, ഈ 7 ഏക്കർ ഭൂമി ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഇതിൽ ഒരാൾ പൊക്കത്തിലുള്ള ഒരു ഭൂമിയിൽ ഈ 7 ഏക്കർ ചെള്ള, അതായത് ചെളി എന്ന് പറയുന്ന വെമ്പനാട്ട് കായലിൽ നിന്ന് കോരിയെടുക്കാന്ന് പറയുമ്പോൾ നമ്മൊന്ന് ആലോചിച്ച് നോക്കി എന്ത് അപകടം ഉണ്ടാകും. ഒരു സ്കൂൾ, ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചാണ്, ഒരു പഠിക്കുന്ന അവിടെ പല വീടുകളുണ്ട്, കുഞ്ഞുങ്ങൾ പോലെയുണ്ട്, അവരൊക്കെ ഒന്ന് കുളിക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് കിട്ടുമോ? ശാസ്ത്രീയമായിട്ടല്ല ഇവരെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവർ നികത്തുന്നത്. പക്ഷേ നികത്തുന്നത് ഈ വേമ്പനാട്ട് കായലിൽ നിന്നും ചെളിയും മണ്ണുമൊക്കെ എടുത്തുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മണൽ വാരുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. അവിടെയാണ് ഇത്തരത്തിൽ ഈ 50ഓളം വള്ളക്കാരെയൊക്കെ നിർത്തി പുലർച്ചെ അവർ തുടങ്ങും, എന്നിട്ട് ഉച്ചവരെ ഇങ്ങനെ ചെളി ഇങ്ങോട്ട് കോരി ഇട്ടുകൊണ്ടിരിക്കും. എന്തായാലും വേമ്പനാട്ട് കായലിൻ്റെ സൈഡാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ പാടമായിരുന്നു, ആ പാടവും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലാണ് ഇവിടെ നികത്തിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ട് പണിയുവാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ മാഫിയ സംഘങ്ങൾ ഇത്തരത്തിൽ റിസോർട്ട് പണിയുന്നത്. ഇതിന് കൂട്ടുപിടിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കൂടിയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പേരിന് വേണ്ടി മാത്രം ഇത്തരം കുറേ പേപ്പറുകൾ, നോട്ടീസ് എന്ന സ്റ്റോപ്പ് മെമ്മോ എന്ന പേരിൽ ഇറക്കുന്നു, അല്ലാതെ യാതൊന്നും ചെയ്യുന്നില്ല. എന്തായാലും നാട്ടുകാരെല്ലാവരും കൂടി പ്രക്ഷോഭത്തിനായി ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, വലിയ രീതിയിൽ ആ ചെളിയിട്ട് മൂടിയതിന് ശേഷം പിന്നീട് അവിടെ ഈ ചുമന്ന ഗ്രാവൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും നിരവധി ടിപ്പറുകൾ അവിടേക്ക് ഈ മണ്ണടിക്കുന്നുണ്ട്. കൂടാതെ പുതിയ JCBകളൊക്കെ കൊണ്ടുവന്ന് അത് നിരത്തിക്കൊണ്ട് പിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.